നമ്മളെല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തിനാ വരുന്നത്? ചെറിയ വിലയ്ക്ക് സ്റ്റോക്ക് വാങ്ങി വലിയ വിലയ്ക്ക് വിൽക്കാനല്ലേ? അതായത് ബൈ ലോ സെൽ ഹൈ. പക്ഷെ മാർക്കറ്റ് താഴേക്ക് പോയാലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. യെസ്, അതിൻ്റെ പേരാണ് ഷോർട്ട് സെല്ലിംഗ്. അതായത് നമ്മുടെ കയ്യിലില്ലാത്തൊരു സ്റ്റോക്ക് ആദ്യം വിൽക്കുക, എന്നിട്ട് പ്രൈസ് താഴേക്ക് വരുമ്പോൾ തിരിച്ചു വാങ്ങാം. കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും, പക്ഷേ കാര്യം വളരെ സിമ്പിളാണ്. ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ത്രൂ പറഞ്ഞു തരാം. അതിനു മുമ്പ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഫിൻ അക്കാഡമി. ദിസ് ഈസ് എലിസബത്ത്. ഞാനൊരു എക്സാമ്പിളോട് വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞുതരാം. നിങ്ങളുടെ അങ്കിളുടെ കയ്യിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ ഉണ്ട്. അപ്പോൾ അങ്കിൾ അത് നിങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഫോൺ കയ്യിൽ ഏൽപ്പിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അങ്കിൾ തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഒരു കൊല്ലം വരെ ഈ പുതിയ ഐഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് യൂസ് ചെയ്തിട്ടേ ഇല്ല, ഒരു പുതിയ ഐഫോണാണ്. അപ്പോൾ നിങ്ങളോട് വെച്ചോളാൻ പറയണം, നെക്സ്റ്റ് ഇയർ തന്നാൽ മതി എന്നും പറയാണ്. നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്തു, ഈ ഐഫോൺ നൈസായിട്ടൊന്ന് സെല്ല് ചെയ്തു. അത് സെല്ല് ചെയ്ത് അത്യാവശ്യം ഏറ്റവും നല്ലൊരു പ്രൈസ് തന്നെ കിട്ടി, പൊട്ടിക്കാത്തൊരു പുതിയ ഐഫോൺ. എന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്തു, അടുത്ത കൊല്ലമായപ്പോൾ ഐഫോണിൻ്റെ പുതിയ മോഡൽ ഇറങ്ങിയ സമയത്ത് ഈ പഴയതിന് വില കുറഞ്ഞു. അങ്ങനെ ആ വില കുറഞ്ഞപ്പോൾ വില കുറഞ്ഞത് വാങ്ങിയിട്ട് ഇത് എന്ത് ചെയ്തു, അങ്കിളിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പുതിയൊരു ഐഫോൺ തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഈ ഒരു എക്സാമ്പിളിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ അല്ലാത്ത ഒരു ഫോൺ നിങ്ങൾ വിറ്റു, എന്നിട്ട് എന്ത് ചെയ്യാണ്, അത് തിരിച്ച് അങ്കിളിന് അതുപോലെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്താണോ സാധനം അത് തിരിച്ചു കൊടുക്കുക ചെയ്ത്. ഇതാണ് ആ ഷോർട്ട് സെല്ലിങ്ങിൽ നടക്കുന്ന ഒരു കോൺസെപ്റ്റ്. പക്ഷേ ഷോർട്ട് സെല്ലിങ്ങിൽ നമുക്ക് അങ്കിളില്ല. ഇവിടെ എന്താ വരുന്നത്, നമ്മുടെ ബ്രോക്കറാണ് നമുക്ക് ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്ക് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇമാജിൻ ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കുള്ള ഒരു കമ്പനി. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ റിസൾട്ട്, ഇപ്പോൾ നമ്മുടെ ക്വാർട്ടർലി റിസൾട്ടും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, അത് മോശമാകുന്നതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് താഴേക്ക് പോകുമെന്ന്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഷോർട്ട് സെല്ലിംഗ് എങ്ങനെയാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. 1000 രൂപ എന്ന് പറയുന്ന ഈ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പാണ് ഇതിൻ്റെ റിസൾട്ടൊക്കെ മോശമാണ്, ഏകദേശം ഇതിൻ്റെ റിസൾട്ട് എന്താണ് വരുന്ന സമയത്ത് മോശമായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ 1000 രൂപയ്ക്ക് ഇതിനെ സെല്ല് ചെയ്യും. നമുക്ക് നമ്മുടെ കയ്യിലില്ലാത്ത ഒരു കാര്യം നമ്മൾ സെല്ല് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇൻട്രാഡേയുടെ സമയത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എന്താ, അതാത് ദിവസം സെല്ല് ചെയ്ത് അതാത് ദിവസം ബൈ, അതായത് ബൈയും സെല്ലും ഒരൊറ്റ ദിവസം മാത്രമാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞുള്ള ദിവസം നടക്കുന്നില്ല. നമ്മൾ സാധാരണ ഇക്വിറ്റിയിൽ സ്റ്റോക്സിൻ്റെ കാര്യത്തിൽ ഇൻട്രാഡേയിൽ മാത്രമേ പറ്റുള്ളൂ. ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ട് പോകുന്ന സമയത്ത് ഷോർട്ട് സെല്ലിംഗ് കുറച്ചുകൂടെ എന്താണ്, നമുക്ക് അല്ലാതെ ഇൻട്രാഡേയിലും കൂടുതൽ പറ്റും. പക്ഷേ നമ്മൾ നോർമൽ ഇക്വിറ്റിയിൽ അത് പറ്റില്ല. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോകാൻ പോവാണ് എന്നറിയാം. ഈ താഴോട്ട് പോകുന്ന സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യം തന്നെ 1000 രൂപയുടെ സ്റ്റോക്ക് ഈ 1000 രൂപയ്ക്കാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ സെല്ല് ചെയ്തു. ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ്, സെല്ല് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ കയ്യിലില്ലാത്ത സാധനം എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ബ്രോക്കറാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് തരുന്നത്. അത് വെച്ചാണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. അങ്ങനെ സെല്ല് ചെയ്ത സാധനം നമുക്ക് എന്താണ്, ആ ദിവസം കഴിയുന്നതിന് മുമ്പ് തിരിച്ചു വാങ്ങിച്ചു കൊടുത്താൽ മതി. ആ ഒരു ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. നമ്മൾ സെല്ല് ചെയ്യുന്നു, സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് കുറച്ച് പതിയെ താഴോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലെവലിൽ നിന്ന് നമ്മളങ്ങ് വാങ്ങി തിരിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ 1000 രൂപയ്ക്കാണ് നമ്മൾ സെല്ല് ചെയ്ത്, അത് ഏകദേശം 800 എന്ന റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ പോട്ടെ അത്രയൊന്നും വരില്ല, എന്നാലും ഒരു 950 എന്ന് പറയുന്ന റേഞ്ചിലോട്ട് എത്തി. അപ്പോൾ നമുക്ക് 50 രൂപയുടെ ലാഭമാണ് ഒരൊറ്റ ഷെയറിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സമയത്ത് എന്താണ് ചെയ്തത്, നമ്മളത് സെല്ല് ചെയ്തിട്ട് 50 രൂപ, ഒരു പെർ ഷെയറിന് 50 രൂപ ലാഭം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് വിൽക്കുകയാണ് ചെയ്തത്. അതായത് ആ ഒരു ഒറ്റ ദിവസം മാത്രമാണ് ഈ പ്രോസസ്സ് നടന്നത്. ഇപ്പോൾ ആരാ നമുക്ക് ആ ഷെയർ തന്ന്, നമുക്കത് ബ്രോക്കറാണ് തന്നത്. എന്തിനാണ് ഈ ഷോർട്ടിങ് നടക്കുന്നത് വെച്ചാൽ, മാർക്കറ്റിൽ കുറച്ചുകൂടെ വോളിയം, ലിക്വിഡിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം സെല്ല് ചെയ്യും, പിന്നെ ആ സംഭവം ബൈ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഷോർട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ഷോർട്ടിങ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി എന്താണ് ഈ ഷോർട്ട് സെല്ലിംഗ്, ഷോർട്ടിങ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കയ്യിലില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട, നമുക്ക് എന്താ, ബ്രോക്കറാണ് ഇത് തരുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻട്രാഡേ അല്ലാതെ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇത് ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസിലും കോൺട്രാക്ട് ബേസിലാണ് നടക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോകണ്ട. നമ്മൾ ഓപ്ഷൻസിനൊക്കെ വീഡിയോ ഇതിന് മുമ്പേ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ ഏകദേശം കുറച്ചുകൂടെ ഐഡിയ കിട്ടും ഈ അതിലെങ്ങനെയാണ് ഷോർട്ട് സെല്ലിംഗ് നടക്കുന്നത്.
ഇനി ഷോർട്ട് സെല്ലിംഗ് എങ്ങനെയാണ് മാർക്കറ്റിൽ നടക്കുന്നതെന്ന് ഞാൻ ലാപ്ടോപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ സെല്ല് ചെയ്തിട്ട് എങ്ങനെയാണ് ബൈ ചെയ്യുന്നത്, ഇതൊക്കെ നടക്കുമോ? ശരിക്കും ഇത്രയും നമ്മൾ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒന്നും നമ്മുടെ മൈൻഡിലോട്ട് പോലും വരേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം സെല്ല് ചെയ്യുന്നു, പിന്നെ അങ്ങ് ബൈ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഞാൻ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ എൻ്റെ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ടാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റോക്ക് ബ്രോക്കറാണ്, നമ്മുടെ സെറോദയൊക്കെ പോലെ തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കറാണ്. ഇവിടെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോക്സിൻ്റെ നെയിം കാണാൻ പറ്റും. ഇപ്പം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ITC എടുക്കാം. ഇപ്പോൾ ITC നമ്മൾ എടുത്തിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും, ITCയുടെ സ്റ്റോക്ക് കാണാൻ പറ്റും. ഇത് ITCയുടെ ചാർട്ടുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏകദേശം 315 എന്ന റേഞ്ചിലാണ് ഇവിടെ ITCയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ആകെ കൂടി ഇൻട്രാഡേ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റൂ. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, സെൽ ബട്ടൺ കൊടുക്കുന്നു. അങ്ങനെ സെൽ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇവിടെ കണ്ടോ, ഈ പ്രൊഡക്റ്റ് ടൈപ്പ് റെഗുലർ എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ റെഗുലറിൻ്റെ അണ്ടറിൽ പ്രൊഡക്റ്റ് ടൈപ്പിൽ INT എന്നുണ്ട്. INT എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രാഡേ. നമുക്ക് ഇൻട്രാഡേ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഡെലിവറി ഇക്വിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഡെലിവറി എടുത്താലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്കത് എക്സിക്യൂട്ട് ആകത്തില്ല. ഞാനിവിടെ ഇൻട്രാഡേ എന്ന് കൊടുക്കുന്നു. നമുക്ക് ഇവിടെ ഒരു ക്വാണ്ടിറ്റി, ഓക്കെ, ഞാൻ ക്വാണ്ടിറ്റി ഇവിടെ 1 ആണ് കൊടുക്കുന്നത്. നമുക്ക് പ്രൈസ് എന്നുള്ളത് ഞാനിവിടെ മാർക്കറ്റാണ് കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോഴത്തെ പ്രൈസ് എന്താണോ അതിൽ തന്നെ എക്സിക്യൂട്ട് ആവും. ഇവിടെ അതേ കണ്ടോ, സെല്ലാണ് ഞാൻ ആദ്യം കൊടുത്തത്. ഞാൻ ഇതൊരിക്കലും ബൈ ചെയ്തിട്ടില്ല, ഇതിനും ഒന്നും ചെയ്തിട്ടില്ല. നേരെ പ്ലേസ് സെൽ ഓർഡർ. ഞാനിവിടെ ഈ സെൽ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് സൈഡിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ സെൽ ഓർഡർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻ വലുതാക്കിയപ്പോൾ അത് കാണാനാണ്. ഇനി നമുക്ക് നേരെ നമ്മളുടെ സൈഡിൽ ഓർഡേഴ്സിൽ നോക്കാം. ഓക്കെ സോറി, നമുക്ക് നേരെ പൊസിഷൻസിൽ നോക്കാം. പൊസിഷൻസിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ITCയുടെ ട്രേഡ് ഇത് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഇവിടെ കണ്ടോ, ഇവിടെ ഷെയറിന് ഇവിടെ -1 എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് എന്ന് കാണിക്കുന്നത്? കാരണം ഞാനിത് സെല്ല് ചെയ്യാം, നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് സെല്ല് ചെയ്തത്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് എന്ന് കാണിക്കുന്നത്. ഇങ്ങനെയാണ് ഷോർട്ട് സെല്ലിംഗ് നടക്കുന്നത്. നമ്മുടെ നോർമലി നമ്മളിപ്പോൾ ഈ സാധാരണ എൻട്രി എടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ ഷോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആകെ കൂടി ഇതിൻ്റെ ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മൾ ആകെ ഈ സെൽ ഓർഡർ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നേരെ ഇതിന് നമ്മൾ സാധാരണ ബൈ ചെയ്ത ഒരെണ്ണം സെല്ല് ചെയ്ത എക്സിറ്റ് ചെയ്യുന്നത്. ഇതാണെങ്കിൽ സെല്ല് ചെയ്ത ഒരെണ്ണം നമ്മൾ എന്ത് ചെയ്തതാണ്, ബൈ ചെയ്താണ് എക്സിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ എക്സിറ്റ് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ആ ഓപ്ഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സിറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ നമുക്കിവിടെ ടാപ്പ് ചെയ്ത് എക്സിറ്റ് കൊടുക്കണമെങ്കിൽ എക്സിറ്റ് കൊടുക്കുക. ഞാൻ ഇവിടെ എക്സിറ്റ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. നേരെ എക്സിറ്റ് നൗ എന്ന് കൊടുത്തപ്പോൾ കണ്ടോ, ഈ ഒരു പൊസിഷൻ കംപ്ലീറ്റ്ലി എക്സിറ്റ് ആയി. ഇനി ഞാൻ ഈ ഷോർട്ട് സെല്ലിംഗ് ചെയ്തിട്ടുണ്ട്, ഈ ഇൻട്രാഡേ ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനിത് വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഞാനിത് തിരിച്ച് വാങ്ങിച്ച് ബ്രോക്കറിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് 3:20 ആ ഒരു ടൈം പീരീഡ് ആകുമ്പോൾ ഓരോ ബ്രോക്കറിനനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒരു 3:15 ശേഷം ആ ഒരു സമയത്ത് ബ്രോക്കർ തന്നെ എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യും. ആ എക്സിറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനും തരും. കൂടാതെ അതിൻ്റെ ലാഭവും നഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ സഹിക്കേണ്ടി വരും. ഒരു ഫൈനും അതിൻ്റെ GST നമുക്ക് വരുന്നതാണ്. അപ്പം മാക്സിമം മാർക്കറ്റ് തീരുന്നതിന് മുമ്പായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ SL ഒക്കെ വെക്കുന്നത് നമ്മൾ നോർമലി വെക്കുന്ന പോലെ തന്നെ നമുക്ക് SL വെക്കാനായിട്ട് പറ്റും. ഇവിടെ ചാർട്ടിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് 315 എന്ന് പറഞ്ഞ റേഞ്ച്, ഈ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാൻ നേരം എൻ്റെ കോൺസെപ്റ്റ് എന്താണ്, മാർക്കറ്റ് താഴോട്ട് വരികയാണ്. ഈ 315 എന്ന് ഇപ്പോൾ 310 എന്ന റേഞ്ചിലോട്ട് വരും എന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അങ്ങനെ ആ ഒരു സമയത്താണ് നമ്മൾ ഷോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാൻ നേരം നമ്മുടെ സ്റ്റോപ്പ് ലോസ് SL നമ്മൾ എവിടെ ആയിരിക്കും വെക്കുന്നത്? നമ്മൾ എൻട്രി ചെയ്തതിന് മുകളിലായിട്ട് മുകളിലത്തെ ലെവലിലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്ന് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാമെന്നാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് തരുന്നതാണ്. സോ എവ്രിവൺ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.